പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പരിസ്ഥിതി ലോല മേഖലയുടെ അന്തിമ വിജ്ഞാപനം ജൂണിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം നൽകിയ അന്തിമ റിപ്പോർട്ട് പരിശോധിക്കുന്ന പ്രത്യേക കമ്മിറ്റിയുടെ ചെയർമാൻ സഞ്ജയ് കുമാറാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെ ഇക്കാര്യം അറിയിച്ചത്. 2024 ജൂലൈ 31 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിലെ പട്ടിക പ്രകാരം 131 വില്ലേജുകളിലായി 9993.7 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ ESI മേഖല. എന്നാൽ നവംബർ 2 കേരളം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ ഇത് 8590.69 ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 12 ജില്ലകളിലെ 29 താലൂക്കുകളിൽ 98 വില്ലേജുകളിലായിട്ടാണ് ESI മേഖല ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സഞ്ജയ് കുമാർ ചെയർമാനായിട്ടുള്ള പ്രത്യേക കമ്മിറ്റിയുടേതാണ്. ജൂണിൽ തന്നെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയത്തിലാണെന്നും സഞ്ജയ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.